നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഈറോഡ് വരെ പോവാണ്. ഈറോഡിലേക്ക് ഏത് വണ്ടിക്കാണ് പോകുന്നത് വെച്ചാൽ മേട്ടുപ്പാളയം MGR ചെന്നൈ സെൻട്രൽ നീലഗിരി എക്സ്പ്രസ് ഉണ്ട്. നീലഗിരി എക്സ്പ്രസ്സിനാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. അതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും വണ്ടി കയറിയിട്ട് ബാക്കി നോക്കാം അല്ലേ. ഈ വണ്ടിക്ക് ഇവിടെ കോയമ്പത്തൂർ എത്തിയിട്ട് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട്. മേട്ടുപ്പാളയത്ത് നിന്ന് കോയമ്പത്തൂർ വന്ന് ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാണ് MGR ചെന്നൈ സെൻട്രലിലേക്ക് ഈ ഒരു വണ്ടി പോകുന്നത്. നമ്മുടെ മേട്ടുപ്പാളയം MGR ചെന്നൈ സെൻട്രൽ നീലഗിരി എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് S7 ആണ് എൻ്റെ കോച്ച്. സൈഡിൽ ഓവറാണ്. സീറ്റ് നമ്പർ ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. 2005 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കോച്ചാട്ടോ നമ്മളെ മേട്ടുപ്പാളയം MGR ചെന്നൈ സെൻട്രൽ. നമുക്ക് എന്തായാലും കോച്ചിലേക്ക് കയറാം, എന്നിട്ട് ബാക്കി പറയാം. നമ്മളിപ്പോൾ പോകുന്ന നീലഗിരി എക്സ്പ്രസിൻ്റെ നമ്പർ 12672 എന്നാണ്. ഇത് നമ്മുടെ ചെന്നൈ ഡിവിഷൻ്റെ വണ്ടിയാണ്. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിൻ ബ്രിഡ്ജിൽ വെച്ചിട്ട് നടക്കുന്നത്. ചെന്നൈയിലെ ബേസിൻ ബ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് എക്സ്പ്രസ് ട്രെയിനാണ് അത്. ചെന്നൈയിലേക്കുള്ളൊരു ഓവർനൈറ്റ് എക്സ്പ്രസ് ട്രെയിനാണ്. ചെന്നൈയിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. രാത്രി കിടന്നുറങ്ങി രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് ചെന്നൈയിലെത്താൻ വേണ്ടി പറ്റും. അതുപോലത്തെ ഒരു വണ്ടിയാണിത്, ഈ ഒരു നീലഗിരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. കുറച്ച് പഴക്കമുള്ള വണ്ടിയാണിത്. അതുപോലെ തന്നെ പഴക്കമുള്ള റേക്കുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മളെ കോച്ച് കണ്ടില്ലേ, S7 ആണ്. 2005 മാനുഫാക്ചർഡാണ് കോച്ച്. ഈ S8 കോച്ച് നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ ആണേ. TVC എന്നുണ്ടോ, ഡിവിഷൻ TVC എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതിൻ്റെയാണെന്ന് അറിയില്ല, അപ്പുറത്തെ സൈഡിലാണ് ഉണ്ടാവുക. അത് തിരുവനന്തപുരം ഡിവിഷൻ്റെ കോച്ചാണ്. ഏതെങ്കിലും പഴയ വണ്ടിയുടെ കോച്ചെടുത്ത് ഇതിന് കൊടുത്തായിരിക്കും. അങ്ങനെ കുറേ ഡിവിഷൻ്റെ കോച്ചുകൾ വെച്ചിട്ടായിരിക്കും ഒരു എക്സ്പ്രസ് ആക്കുന്നത്. അതിപ്പോൾ എല്ലാ വണ്ടിയുടെ എടുത്താലും അതുപോലെ തന്നെ സാഹചര്യം ഉണ്ടാവുക. കുറേ ഡിവിഷൻ്റെ കോച്ചുകളുണ്ടാവും. മിക്സ്ഡ് ആയിരിക്കും കോച്ചുകളൊക്കെ. മേട്ടുപ്പാളയത്ത് നിന്ന് ഇത് രാത്രി 9:20 എടുത്തിട്ട് ചെന്നൈയിൽ രാവിലെ 6:25 എത്തും കേട്ടോ. ഫുള്ള് നൈറ്റ് ഓടി തീർക്കുന്ന വണ്ടിയാണ്. ഒരു 90-95% നൈറ്റ് ഓടി തീർത്തിട്ട് ബാക്കി 5% മോർണിംഗ് ടൈമിൽ ഓടി തീർക്കും. അങ്ങനെയാണിത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. മേട്ടുപ്പാളത്ത് നിന്ന് ചെന്നൈ വരെ 531 കിലോമീറ്റർ ഉണ്ട്. അത് ഈ വണ്ടി ഓടി തീർക്കുന്നത് 9 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണേ. 9 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് ചെന്നൈയിലെത്തും മേട്ടുപ്പാളയത്ത് നിന്ന്. മേട്ടുപ്പാളയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കേട്ടിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനൊക്കെ തുടങ്ങുന്നത് മേട്ടുപ്പാളയത്തേക്കല്ലേ. അത് ചെന്നൈയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വണ്ടിയാണ് ഈ നീലഗിരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഊട്ടിയിൽ ടോയ് ട്രെയിനിൽ കയറണതിൽ നിങ്ങൾക്ക് രാത്രിക്ക് ചെന്നൈയിൽ നിന്ന് വിടുന്ന വണ്ടി ഇതിൽ കയറിയാൽ രാവിലെ മേട്ടുപ്പാളയം എത്തും. എന്നിട്ട് നേരെ ടോയ് ട്രെയിനിൽ കയറുക, ഊട്ടി മൊത്തം കറങ്ങുക, തിരിച്ചു വരിക. എന്നിട്ട് ഈ വണ്ടിക്ക് തന്നെ ചെന്നൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം മേട്ടുപ്പാളയത്ത് നിന്ന്. അതുപോലെ ഒരു ഭയങ്കര കൺവീനിയൻസ് ആയിട്ടുള്ള വണ്ടിയായത് ഈ ഒരു നീലഗിരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ വണ്ടിക്ക് ഈറോഡ് വരെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ഈ വണ്ടിക്ക് ഇപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞാൽ തിരുപ്പൂർ സ്റ്റോപ്പ്, പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഈറോഡാണ്. ഒറ്റ സ്റ്റോപ്പ് മാത്രമേ ഞാൻ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കുള്ളൂ. പെട്ടെന്നെത്തും. ഇപ്പോൾ 10:22-23 ഇപ്പോൾ എടുക്കുമായിരിക്കും. 12 മണിയാകുമ്പോൾ ഈറോഡെത്തും. ഏകദേശം ഒരു 1.5 മണിക്കൂർ, ഏകദേശം 6 റേഞ്ച് സമയം കൊണ്ട് നമ്മൾ ഈറോഡെത്തും. ഈറോഡിൽ ഞാൻ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ നമുക്ക് മേട്ടൂർ പാസഞ്ചറിന് കയറിയിട്ട് മേട്ടൂർ ഡാം കാണാൻ പോവാം. നോക്കാം. ആ വണ്ടി എപ്പോഴും ലേറ്റാണ്. അങ്ങനെ 9 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് നീലഗിരി എക്സ്പ്രസ് ഡിപ്പാർട്ടായി. ഈ ഇടയ്ക്ക് LHB ആയ മയിലാടുതുറൈ കോയമ്പത്തൂർ ജനശതാബ്ദിയാണ് അപ്പുറത്തുള്ളത്. അതിൻ്റെ റേക്ക് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ നീലഗിരി എക്സ്പ്രസ്സിന് 1998 വരെ നല്ല ഡാർക്ക് ബ്ലൂ കളറുള്ള കോച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ ഒരു നീലഗിരി എക്സ്പ്രസ്സിനെ ഡിഫറൻ്റ് ആക്കി നിർത്തിയെന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോസിന് ചുറ്റും ഒരു വെള്ള വരകളുണ്ടായിരുന്നു.
ജനാലയ്ക്ക് ചുറ്റും വെള്ള വരകൾ ഈ ഒരു നീലഗിരി എക്സ്പ്രസ്സിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കോച്ചുകളും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ആയ സമയത്ത് ഈ ഒരു നീലഗിരി എക്സ്പ്രസിൻ്റെ കോച്ചും അപ്ഗ്രേഡായി. പിന്നെ സാധാരണ നമ്മുടെ ഇപ്പോൾ ഉള്ള മെയിൽ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും കോച്ചുകൾ തന്നെയായിട്ട് മാറി. ആ ഒരു യുണീക്ക്നെസ് പോയി. കോയമ്പത്തൂർ കഴിഞ്ഞ പിന്നെയുള്ള ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് തിരുപ്പൂരാണ്. തിരുപ്പൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. കുറച്ചാൾ എൻ്റെ അമ്മേ എന്തൊരു ബ്രേക്കിങ്ങാണ് പിടിക്കണ. ICF കോച്ചാണ്. നമ്മുടെ LHB ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചില ലോക്കോ പൈലറ്റുമാരിങ്ങനെ തള്ളി അങ്ങ് കൊണ്ടുപോകും. അതുപോലെ ഇവർ ബ്രേക്ക് പിടിച്ച് നിർത്തണേ. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു നീലഗിരി എക്സ്പ്രസ്സിന് വേറൊരു പേര് കൂടിയുണ്ട്, ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ്. നീലഗിരി, നീലയുടെ ബ്ലൂ, ഗിരിയുടെ മൗണ്ടൻ, അങ്ങനെ ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് എന്നുകൂടി ഈ ഒരു വണ്ടിക്ക് പേരുണ്ട്. ഈ ഒരു നീലഗിരി എക്സ്പ്രസ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 1862 ആ സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ് ഈ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ കോയമ്പത്തൂർ സേലം ഈ ഒരു റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ആയ പിന്നെ സേലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സേലം ടു ബേപ്പൂർ വണ്ടിയായിട്ട് ഓടാൻ വേണ്ടി തുടങ്ങി. പിന്നെ സേലത്ത് നിന്ന് പിന്നീട് മദ്രാസ് വരെ ആക്കി എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ മദ്രാസ് ബേപ്പൂർ വണ്ടിയായിട്ട് ഈ ഒരു വണ്ടി ഓടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മദ്രാസ് ബേപ്പൂരായിട്ട് ഓടിത്തുടങ്ങിയ ഈ വണ്ടിക്ക് പോത്തന്നൂരിൽ വെച്ചിട്ട് കുറച്ച് കോച്ചുകൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ടാണ് ഇത് ബേപ്പൂർ മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് പിന്നെ ഓടിക്കൊണ്ടിരുന്നത്. പോത്തന്നൂരിൽ വെച്ചിട്ട് ഒരു 3-4 കോച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആ കോച്ച് ഈ വണ്ടിക്ക് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ബേപ്പൂരിലേക്ക് പോകും. പിന്നെ കാലക്രമേണ ഈ പാസഞ്ചേഴ്സിൻ്റെ എണ്ണവും പിന്നെ വരുമാനമൊക്കെ കുറഞ്ഞ് പിന്നെ ആ ഒരു ബേപ്പൂർ സർവീസ് ഇവർ നിർത്തി. പിന്നെ ഈ വണ്ടി മദ്രാസ് കോയമ്പത്തൂർ വണ്ടിയായിട്ട് മാത്രം ഓടാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു വണ്ടി ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുത്തു. ആ ഒരു ലിങ്ക് എക്സ്പ്രസ്, ഈ അറ്റാച്ച് ചെയ്യുന്ന സാധനത്തിന് ലിങ്ക് എന്ന് പറയാം. അതായത് നമ്മുടെ കുറേ വണ്ടികളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അമരാവതി എക്സ്പ്രസ്, ഞാൻ ഗോവയിൽ പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു ആ വണ്ടി 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. അതിൽ കുറച്ച് കോച്ചുകൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഊരിയിട്ട് അത് വേറെ വണ്ടിയായിട്ട് പോകും, ബാക്കി വണ്ടി വേറെ സ്ഥലത്തേക്കും പോകും. അങ്ങനെ 2 വണ്ടിയായിട്ട് പോകുന്നതിനാണ് ലിങ്ക് എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഈ വണ്ടി ലിങ്ക് എക്സ്പ്രസ് പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് ക്യാൻസൽ ചെയ്തു. ഈ ഒരു വണ്ടി ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുത്തു. പിന്നെ ഈ വണ്ടി മദ്രാസ് കോയമ്പത്തൂർ വണ്ടിയായിട്ട് ഓടിത്തുടങ്ങി. പിന്നെ അത് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:25. 25 മിനിറ്റ് ഡിലേ ആണ്. 12 മണിക്ക് ഇവിടെ ഈറോഡ് എത്തേണ്ടതാണ്. 12:25. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, WP7. ഇതിൻ്റെ ഈറോഡിൻ്റെ തന്നെ 30-394. അത് ഡീകപ്ലിങ് ചെയ്തിട്ട് പോവാണല്ലോ. അതായത് വണ്ടി മൈസൂരു തൂത്തുക്കുടി, ആ വണ്ടിയാണ് മൈസൂരു തൂത്തുക്കുടി. ഈ വണ്ടിയുടെ റേക്കെല്ലാം അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആണ്. ഉള്ളിലായാലും നല്ല വൃത്തിയുണ്ട്, പുറത്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെന്നൈയുടെ വണ്ടിയത്, എന്നാലും നല്ല നീറ്റായിട്ട് അവർ നോക്കുന്നുണ്ട്. ഞാൻ കയറിയ കോച്ച് 2005 മെയ്ഡായിരുന്നു, പക്ഷെ അത് കണ്ടാൽ 2005 ആണെന്ന് തോന്നൂല. നല്ല വൃത്തിയുണ്ട്. അത്രയും മെയിൻ്റനൻസ് അവർ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും വൃത്തി. ചില വണ്ടികളൊക്കെ കാണണം, എൻ്റെ പൊന്നെ, കണ്ട പച്ചവെള്ളം കുടിക്കാൻ തോന്നൂല. നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയുടെ ആ ഒരു റേക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അവസ്ഥ. എന്താ ചെയ്യുക? നമ്മുടെ നീലഗിരി എക്സ്പ്രസിൻ്റെ ലോക്കോ ഏതാന്ന് നോക്കാനാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നേ. ഈ റോഡിൻ്റെ തന്നെ WP4 ആണ് ഇതിൻ്റെ ലോക്കോ കേട്ടോ. 223-89 നമ്പർ. കുറച്ച് പഴക്കമുള്ള ലോക്കോ ആണെന്ന് തോന്നുന്നു. ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇവിടെ ഈ റോഡ് നിർത്തിയ ശേഷം നമ്മുടെ നീലഗിരി എക്സ്പ്രസ് ഇവിടുന്ന് ഡിപ്പാർട്ടായി. ഇവിടെ ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട്. ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റൊക്കെ മാറി വേറെ ക്രൂ കയറി. ഇപ്പോൾ ഈ നീലഗിരി എക്സ്പ്രസ്സിന് ഫസ്റ്റ് AC ഉണ്ട് കേട്ടോ. ഇത് H1 ഫസ്റ്റ് AC ഒരു കോച്ച് മാത്രമേ ഉള്ളൂ.
ഇത് സെക്കൻഡ് AC A1 A2 2 സെക്കൻഡ് AC, തേർഡ് AC വരുന്നുണ്ട്. B1 വരട്ടെ, B1 B2 B3 ഉണ്ടോ? B3 ഉണ്ട്. ഇപ്പോൾ 3 സെക്കൻഡ് AC. 3 4 ഉണ്ടോ? B4 ഉണ്ടോ? നമുക്ക് നോക്കാം. B4 ഉണ്ട് കേട്ടോ. 4 സെക്കൻഡ് AC, സോറി 4 തേർഡ് AC കൂടി ഉണ്ട്. AC 3 ടയർ. S1 പിന്നെ സ്ലീപ്പർ 11 ഉണ്ട് തോന്നുന്നു കേട്ടോ. S11 വരെ ഉണ്ട്. ഈ വണ്ടിയുടെ ചരിത്രം നേരത്തെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയില്ല. വണ്ടി ഭയങ്കര സൗണ്ടായിരുന്നു, അതുകൊണ്ട് പറയുന്നൊന്നും കേൾക്കൂല. പിന്നെ അത്രയല്ലേ എനിക്ക് വരാനുള്ളൂ. പിന്നെ വിചാരിച്ച് ഈ റോഡ് എത്തിയിട്ട് ബാക്കി പറയാന്ന്. ഈ വണ്ടിയുടെ കൂടെ പോത്തന്നൂരിൽ വെച്ചിട്ട് കുറച്ച് കോച്ചുകൾ അറ്റാച്ച് ചെയ്തിട്ട് ബേപ്പൂരിലേക്ക് പോകാറുണ്ട് പറഞ്ഞില്ലേ. ഈ വണ്ടി ഇൻഡിപെൻഡൻ്റ് ആക്കിയ പിന്നെ ആ അറ്റാച്ച് ചെയ്തിട്ട് പോകുന്ന കോച്ചുകളുള്ള ആ വണ്ടിയും ക്യാൻസൽ ചെയ്തു, അവർ സസ്പെൻഡ് ചെയ്തു. പിന്നീട് അത് സർവീസൊന്നും ഉണ്ടായിരുന്നില്ല. 1888 ആയപ്പോൾ വീണ്ടും ആ ഒരു പോത്തന്നൂർ ബേപ്പൂർ ആ ഒരു വണ്ടി വീണ്ടും സർവീസ് തുടങ്ങി, മലബാർ എക്സ്പ്രസ് എന്ന പേരിൽ. അത് ബേപ്പൂരിൽ നിന്ന് നേരെ കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോത്തന്നൂർ കോഴിക്കോട് മലബാർ എക്സ്പ്രസ് ആയിട്ട് ഓടാൻ വേണ്ടി തുടങ്ങി. പിന്നെ അത് കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെ ഈ പോത്തന്നൂരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നേരെ മംഗലാപുരത്ത് നിന്ന് കൊച്ചി ഹാർബറിലേക്ക് ഓടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ആ വണ്ടിയുടെയും ഈ വണ്ടിയുടെയും ചരിത്രം എന്ന് പറയുന്നത്. കോയമ്പത്തൂർ ജംഗ്ഷനിൽ MGR ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ചേരൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 അത് വന്ന് കയറുകയാണ് ഇപ്പോൾ. 126/74 നമ്പറാണ് ഈ വണ്ടിയുടെ. ഈ വണ്ടി 17 മിനിറ്റ് ലേറ്റാണ്. അങ്ങനെ ഈ റോഡ് ജംഗ്ഷനിൽ എത്തിയിട്ട് ഞാൻ ഇവിടെ റിട്ടയർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂർ സമയത്തേക്കുള്ള റിട്ടയർ റൂം ബുക്ക് ചെയ്തത്. പക്ഷെ എനിക്കൊരു 3-4 മണിക്കൂറേക്ക് ആവശ്യമുള്ളൂ. ഇവിടെ 3 മണിക്കൂറും 6 മണിക്കൂറിന്റെ സ്ലോട്ട് ഇല്ല. 12 മണിക്കൂറും 24 മണിക്കൂറിന്റെ സ്ലോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ പോട്ടയെന്ന് വിചാരിച്ചിട്ട് 12 മണിക്കൂറിന്റെ എടുത്തു. 155 രൂപയാണ് 12 മണിക്കൂറിലുള്ള സ്ലോട്ടിലേക്ക് ആയത് കേട്ടോ. അത്ര രൂപയുള്ളൂ, വളരെ ചീപ്പാണ്. ഇവിടുത്തെ ഡോർമെട്രിയിലേക്ക് വന്ന് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇൻഫർമേഷൻ സെന്ററിൽ പോയിട്ട് കീ മേടിക്കണം, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അത് എന്നിട്ട് നേരെ ഇൻഫർമേഷൻ സെന്ററിലേക്ക് പോയി. ഇത് എവിടെയാണെന്ന് മനസ്സിലാവണ്ടേ. ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഇൻഫർമേഷൻ സെന്ററിൽ പോയി അവിടുന്ന് കീ തന്നു. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഒരു 10-20 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. വല്ലാത്ത ഇതായിപ്പോയി. പിന്നെ ഡോർമെട്രിയുടെ ഉള്ളിൽ ഞാനിപ്പോൾ കയറി. D6 ആണ് എൻ്റെ റൂം. ഞാൻ റൂം കാണിച്ചു തരാം. ചെറിയ ഡോർമെട്രിയാണ്, റൂമല്ല. ചെറിയൊരു കട്ടിലുണ്ട്, സിംഗിൾ ബെഡ്. അതിന് വിരിപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒന്നും കാണുന്നില്ല. പിന്നെ ഒരു തലയണയുണ്ട്, ഒരു മേശയുണ്ട്, പിന്നെ ലൈറ്റ്, ഒരു കണ്ണാടി ഉണ്ട്, പിന്നെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ. സമാധാനം. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഡോറൊക്കെ അടച്ചു. നല്ല പ്രൈവസിയാണേ. നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ റിട്ടേൺ റൂം ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് വെച്ചിട്ടുള്ളത്. അത് പ്രൈവസി ഇല്ല, പക്ഷെ ഇവിടെ നല്ല പ്രൈവസി ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇവിടെ ജനാലയുണ്ട്. ജനാല തുറന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ അവിടെ ഏതോ ഒരു ട്രെയിൻ റേക്ക് അവിടെ വെച്ചിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ട്. ഏതാണെന്ന് അറിയില്ല, ഏതെങ്കിലും ആവട്ടെ. ഇനി കുറച്ച് സമയം കിടന്നുറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൽ നിന്ന് നമ്മുടെ മേട്ടൂർ ഡാമിലേക്കുള്ള പാസഞ്ചറിന് കയറിയിട്ടുള്ള യാത്രയാണ്. ആ വീഡിയോ ആയിരിക്കും നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഈ റോഡ് വരെ വന്ന നമ്മുടെ നീലഗിരി എക്സ്പ്രസ്സിൽ വന്ന ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രാത്രി ആയതുകൊണ്ടാണ് ഞാൻ കാഴ്ചകളൊന്നും കാണിക്കാഞ്ഞത്. ഒന്നും കാണൂല, വെറുതെ എന്തിനാ വെറുതെ ഇരുട്ട് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അതാണ് ഞാൻ അധികം കാണിക്കാതിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.